നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ എപ്പോഴും എങ്ങനെയാണ് ഇവിടെ കയറുന്നത്, അങ്ങനെ തന്നെയാണ് ഇവിടെ കയറിയത്. ഇവിടെ വന്നപ്പോ നിങ്ങൾ റൂം ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അങ്ങനെ ഞാൻ അകത്ത് കയറി. കഴിഞ്ഞ 4-5 ദിവസം നീ എവിടെയായിരുന്നു? ഞാൻ ആ പാവക്കാരന്റെ കൂടെ ആയിരുന്നു. അത് കൊള്ളാം. ഞങ്ങൾ ആ പാവക്കാരന്റെ അടുത്ത് ചെന്നപ്പോ നീ സ്ഥലം വിട്ടെന്ന് അയാള് പറഞ്ഞു. നമ്മൾ അന്ന് പോയ ശേഷം ആ പാവക്കാരനെ കാണാൻ പോയിട്ടില്ലല്ലോ. അതിനിടയില് ഇവ വീണ്ടും അവിടെ പോയിട്ടുണ്ടാവും. അതെ അതെ, ഞാൻ അവിടെയായിരുന്നു. എന്നാ പിന്നെ നിനക്ക് അവിടെ തന്നെ കൂടിയ പോരായിരുന്നോ? ഇങ്ങോട്ടെന്തിനാ വന്നേ? അത് പിന്നെ അയാൾ എന്നെ പോലീസിൽ ഒറ്റ കൊടുക്കുമെന്ന് എനിക്ക് സംശയം തോന്നി. അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്ന് മുങ്ങി. നിനക്ക് മുങ്ങിട്ട് പൊങ്ങുള്ള സ്ഥലമാണോ ഞങ്ങളുടെ ഹോസ്റ്റല്? ആ പാവക്കാരന്റെ അടുത്തുനിന്ന് നിനക്ക് മറ്റെവിടെങ്കിലും പൊക്കൂടായിരുന്നോ? സത്യം, ഞാനും അങ്ങനെയാ ചിന്തിച്ചത്. അപ്പോഴാ നിങ്ങളുടെയൊക്കെ വിഷമത്തെ പറ്റി ഞാൻ ഓർത്തത്. ഞങ്ങൾക്ക് എന്താ വിഷമം? ഇത്രയും നാള് ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ. അതിനി പെട്ടെന്ന് 4-5 ദിവസം എന്നെ കാണാതിരുന്നപ്പോ നിങ്ങളെല്ലാവരും നന്നായി വിഷമിച്ചില്ലേ? ആര് വിഷമിച്ചു? തന്റെ മുഖം കണ്ടാലറിയാം, നല്ല വിഷമമുണ്ട്. അത് ഉറങ്ങാൻ പറ്റാത്തല്ലോ വിഷമം. നീ വന്നേറി ഞങ്ങളുടെ ഉറക്കം കളഞ്ഞില്ലേ? നോക്ക് നോക്ക് നോക്ക്, ഏറ്റവും കൂടുതൽ സങ്കടം വൃന്ദയ്ക്ക. ഞാനിവിടെ ഇല്ലാതിരുന്നപ്പോഴേ വൃന്ദയുടെ മനസ്സ് വിങ്ങി പൊട്ടുമായിരുന്നു അല്ലേ? ആണോടി? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇവൻ ചുമ്മാ പറയോ? ഒരു സങ്കടമില്ലേ? മേഘയുടെ മുഖം കണ്ടാലറിയാം നല്ല ദുഃഖമുണ്ടെന്ന്. ദുഃഖമല്ല, എനിക്ക് ടെൻഷനാണ്. നീ അല്ലാണ് എന്നെ സ്നാക്സ് എടുത്ത് കഴിക്കണേ. എന്താ വഴി? എനിക്ക് സങ്കടമില്ലേ? തന്റെ ഈ കണ്ണട മാറ്റിലറിയ സങ്കടം. എനിക്ക് സങ്കടമല്ല, നിന്നെ പറ്റി ആകെ മൊത്തത്തിൽ എനിക്ക് സംശയമാ. ഓ ശരി, അപ്പൊ നിങ്ങൾക്ക് ആർക്ക് സങ്കടം ഇല്ല. പക്ഷേ ഒരേ ഒരാൾക്കാ എന്നെ ഓർത്ത് ദുഃഖം. അതെ, നിന്റെ തോന്നല. നീ കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ ടെൻഷൻ. നീ കൂടെ ഇല്ലെങ്കിലേ ഞങ്ങൾ എല്ലാരും ഹാപ്പിയാ. അല്ല, അത് ഞാൻ വിഷമിക്കാതിരിക്കാൻ നിങ്ങൾ വെറുതെ പറയുന്നോ? ഞാൻ കാരണം മറ്റുള്ളവർ വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എടോ മോനെ, ഇതിലൊന്നും ഞങ്ങള് വീഴില്ല. നീ ഇവിടെ ചെലവാക്കിയ നമ്പറേ മടക്കി നിന്റെ കൈ വെച്ചാ മതി. ഇത് ഞങ്ങളോട് നടക്കില്ല. ഇപ്പൊ എങ്ങനെയാണോ നീ ഇതിനകത്ത് കയറിയത് അതേപോലെ തന്നെ നീ തിരിച്ചു വെക്കോ. സോറി, ഞാനേ ഈ വന്ന വഴി മറന്നുപോയി. പേടിക്കണ്ട, ഞങ്ങള് വഴി കാണിച്ചുതരാം. അപ്പോ നിങ്ങൾ എന്നെ ഇറക്കി വിടാണല്ലേ? അതെ, വേഗം സ്ഥലം വിട്ടോ. നിങ്ങൾക്കൊന്നും നന്ദിയില്ല. നിങ്ങളുടെ പൂജ മുടങ്ങാൻ നേരം ഞാനല്ലേ സഹായിച്ചത്. ആ നന്ദിയെങ്കിലും കാണിച്ചൂടെ? പാവം, ഇവനിവിടെ വന്നു പോയില്ലേ. ഇന്നിവിടെ തങ്ങിയ ശേഷം നാളെ വെളുപ്പിനെ പൊയ്ക്കോട്ടെ. ഉപകാരം ചെയ്തവരെ അവഗണിച്ച ശാപം കിട്ടുമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്. നീ നിന്റെ മുത്തശ്ശനും കാരണം നമ്മൾ വീണ്ടും പ്രശ്നത്തിലാവും. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ശ്വാസം പോലും വിടാതെ ഞാൻ എന്റെ ബെഡിൽ പോയി കിടന്നോളാം. നിന്റെ ബെഡ്? അല്ല, നമ്മുടെ ബെഡ്. അല്ല അല്ല, നിങ്ങളുടെ ബെഡ്. പ്ലീസ്, ഇന്നൊരു രാത്രി ഇവിടെ കിടന്നോട്ടല്ലേ? പറ. അല്ല, ഞാൻ നിക്കണോ പോണോ? വെളുപ്പിന് സ്ഥലം വിട്ടേക്കണം. പോയി കിടന്നുറങ്ങണം. പിന്നെ ഒരു കാര്യം, എന്താ? ശ്വാസം വിടാതൊന്നും ഇരിക്കണ്ട, കുറച്ചൊക്കെ ശ്വാസം വിട്ടോ. അവിടെ കിടന്ന് അപശബ്ദം വരെ ഉണ്ടാക്കി ഞങ്ങളുടെ ഉറക്കം കളഞ്ഞ ഞാൻ നിന്നെ വായ പ്ലാസ്റ്റർ കുത്തിരിക്കും. ആരോ, നീ ടെൻഷൻ ആവണ്ട, പോയി കിടക്ക.
എല്ലാരും വന്ന് കിടക്ക്, ഉറക്കം വരുന്നു. ഓന്റെ ഒരു